കർണാടക സംസ്ഥാനത്ത് കോലാർ സ്വർണ്ണഖനി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ആഴമേറിയ സ്വർണ്ണഖനിയായി വിലയിരുത്തുന്നു. AD 200-ൽ ഇന്ത്യയിൽ സ്വർണ്ണ ഖനനം ആരംഭിച്ചുവെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപെടുന്നതോടുകൂടിയാണ് വിശദമായൊരു ഖനനം ഇവിടെ നടന്നത്. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ സ്വർണം അരിച്ചെടുക്കാനുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനായിരുന്നുവെന്നാണ് ചിലരുടെ അഭിപ്രായം. കോലാർ, ഹുട്ടി, ഗദാഗ്, രാമഗിരി, ഹോനല്ലി, മലബാർ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രങ്ങൾ. കർണാടക സംസ്ഥാനത്ത് കോലാർ സ്വർണ്ണഖനി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ആഴമേറിയ സ്വർണ്ണഖനിയായി വിലയിരുത്തുന്നു. 2-3 നൂറ്റാണ്ടുകൾ മുതലേ കോലാറിൽ ചെറിയ തോതിലുള്ള സ്വർണ്ണ ഖനനങ്ങൾ നടന്നതായി ചരിത്രം സാക്ഷ്യം ചെയ്യുന്നുണ്ടെങ്കിലും 1802-ലെ സർവേയിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധ നേടിയതിനെ തുടർന്നാണ് ഇവിടെ കാര്യമായ സ്വർണ്ണ ഖനന പ്രക്രിയകൾ നടന്നത്. 1873-ഓടെ ഇവിടെ ആധുനിക രീതിയിലുള്ള ഖനനം ആരംഭിച്ചു. 1890-കളിൽ ജോൺ ടെയ്ലർ ആൻഡ് കമ്പനി എന്ന ബ്രിട്ടീഷ് സ്വർണ്ണ ഖനന കമ്പനിയാണ് ഇവിടെ നിന്നും ഏറ്റവും ഉയർന്ന തോതിൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിച്ചത്. 1905-ൽ 19.5 ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിലെ സ്വർണ്ണ ഉൽപ്പാദനത്തിൽ 6-ാം സ്ഥാനത്തെത്തി. എന്നാൽ കുറഞ്ഞുവരുന്ന ധാതു നിക്ഷേപവും വർദ്ധിച്ച ഉൽപ്പാദന ചെലവും കാരണം ഈ പല ഖനികളും ഉപേക്ഷിക്കപ്പെട്ടു. 2001-ൽ കോലാറിലെ ഖനന പ്രക്രിയകൾ നിർത്തിവെച്ചു. 2007-ലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ഉൽപ്പാദനം 2.490 ടണ്ണായി കുറഞ്ഞു.